ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്ലെയർഡ് അംബ്രല്ല ഗൗണാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കിഡ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കിഡ്സിൻ്റെ അംബ്രല്ല ഗൗണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വലിയവർക്കുള്ള ഗൗണിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മൾ 2 മീറ്റർ ഫാബ്രിക് ഞാൻ ഇന്നലെ എടുത്തതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 മീറ്റർ ഫാബ്രിക് ഞാൻ യോക്ക് പോർഷനിലും സ്ലീവിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നെറ്റ് ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ സാറ്റിൻ മെറ്റീരിയലാണ് സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ലൈനിങ്ങിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്ര മീറ്റർ വീതം 2 പേർക്കും കൂടി എടുത്തെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. ബേബിക്കും മമ്മിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്കേർട്ടിന് എന്തായാലും ഒരു 6.5 മീറ്റർ നമുക്ക് വേണം. പിന്നെ നമുക്ക് യോക്ക് പോർഷനൊക്കെ ലൈനിങ് കൊടുക്കാൻ വേണം, സ്ലീവിന് ലൈനിങ് കൊടുക്കാൻ വേണം, അങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ട് എങ്ങനെയാണ് ഫോൾഡ് ആക്കുന്നതെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡബിൾ ഫ്ലെയർഡ് ചെയ്യുമ്പോൾ ഇതുപോലെ 4 ആയിട്ട് മടക്കിയതിന് ശേഷം ഈ ഒരു ഓപ്പൺ വന്ന പോർഷൻ ക്ലോസ് ആയ പോർഷനിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6 ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണ്, അത് ഡിവൈഡഡ് ബൈ 6 പ്ലസ് 1 ഇഞ്ചസ് അലവൻസ് ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെങ്ത് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് ജോയിൻറ്റ് പീസ് കുറച്ച് ഒരു ബോട്ടം പോർഷനിൽ നമുക്ക് ജോയിൻറ്റ് പീസ് വെക്കേണ്ടി വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല വിട്ടുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ജോയിൻറ്റ് പീസ് ഇല്ലാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ സാറ്റിൻ മെറ്റീരിയൽ നമുക്ക് ജോയിൻറ്റ് പീസ് വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഫസ്റ്റ് പേപ്പറിൽ വെട്ടി പഠിക്കണം. അതുപോലെ ചെറിയ കട്ട് പീസിലൊക്കെ തുണിയിലൊക്കെ വെട്ടി പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്യാവൂ. ഓക്കെ, അതുപോലെ മെഷർമെൻ്റ് എല്ലാം നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കണം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ചെറിയൊരു പീസ് ക്ലോത്തിലൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ എവിടെയാണ് ജോയിൻറ്റ് പീസ് വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫുൾ സർക്കിളിൽ സ്കേർട്ട് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ്ങിലും ഞാൻ ഇതുപോലെ തന്നെ 6.5 മീറ്ററിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫുൾ സർക്കിളിലാണ് കട്ട് ചെയ്യുന്നത്. സെമി സർക്കിൾ വേണമെങ്കിലും ചെയ്യാം. സെമി സർക്കിളാണെങ്കിൽ നമുക്കൊരു 3 മീറ്റർ 4 മീറ്റർ ഒക്കെ മതിയാവും ലെങ്ത് അനുസരിച്ച്. ഓക്കെ, ഇനി നമുക്കിത് ക്രോസ് ആയിട്ട് ഫോൾഡ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ഞാനിവിടെ 6 ആണ് കേട്ടോ എനിക്ക് കിട്ടിയത്. വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6 പ്ലസ് 1 ഇഞ്ചസ് ചെയ്യുമ്പോൾ 6 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. അത് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ലെങ്ത് 55 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാനിവിടെ യോക്ക് ലെങ്ത് 14 ഇഞ്ചസ് ആണ്. അപ്പം യോക്ക് ലെങ്ത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 41 ഇഞ്ചസ് ആണ്. അപ്പോൾ സ്കേർട്ട് ലെങ്ത് 41 ഇഞ്ചസ് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി 1 ഇഞ്ച് അലവൻസ് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മെയിൻ ഫാബ്രിക് ഫുൾ ലെങ്ത്തിലാണ് എടുക്കുന്നത്. അപ്പം ലൈനിങ് ഒരു 2 ഇഞ്ചസ് കുറച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ലെങ്ത് കുറച്ചിട്ടാണെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വേസ്റ്റിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജോയിൻറ്റ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് സ്ട്രെയിറ്റ് പീസ് ഈ ഒരു പീസിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലെങ്ത് കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അലവൻസ് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സാറ്റിൻ മെറ്റീരിയൽ ലൈനിങ്ങിനാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മെഷർമെൻ്റ് എല്ലാം നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എംബ്രോയ്ഡറി നെറ്റ് ഫാബ്രിക് നമുക്ക് ഈ ലൈനിങ് വെച്ചിട്ട് യോക്ക് പോർഷനും സ്ലീവും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തായിരുന്നു, അതേപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നെക്ക് ഫിനിഷ് ചെയ്യണം, അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്യണം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഇതുപോലെ സീംലെസ് ആയിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ബോട്ടം പോർഷൻ നമ്മൾ ഒരിക്കലും മടക്കി സ്റ്റിച്ച് ചെയ്യരുത്. നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തപ്പോൾ ലൈനിങ് നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മറിച്ചിടയില്ലേ, അതേപോലെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലും ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ ഒരു സ്കാലപ്പ് എൻഡിലായിരുന്നു, അത് നമുക്ക് സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ ദുപ്പട്ടയിലും കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്കേർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 പോർഷനായിട്ടുണ്ടാകും സ്കേർട്ട്. അതിന് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേസ്റ്റിൻ്റെ പോർഷനിൽ വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ എൻഡ് മുതൽ സ്കേർട്ടിൻ്റെ ബോട്ടം പോർഷൻ വരെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്കേർട്ടിൻ്റെ ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്യണം. ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഒരു മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.